ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് തുറന്നു സമ്മതിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് ചിങ്ങം 1 മുമ്പ് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ അടച്ചുകെട്ടിയത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളി തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ CS സൂരജ്, ആന്റോ തോമസ്, K നവാസ്, KJ ചാക്കോ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, KP ഉദയൻ, OKR മണികണ്ഠൻ, R രവികുമാർ, ബീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അടച്ചുകെട്ടിയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലെ ഒരു അനിശ്ചിതകാല സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്, തുടക്കം കുറിക്കുന്നത്. വലിയ സമര പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാവനമായ ക്ഷേത്ര നഗരിയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള ബസ് സ്റ്റാൻഡിന്റെ അടച്ചുകെട്ടൽ അത് തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നു, ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് പറയുന്നു, ഞങ്ങൾ ഈ പ്രദേശത്തെ കോൺഗ്രസുകാർ, UDFകാർ, ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പരസ്യമായി അത് തള്ളി തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്.